പുള്ളി കൊടുക്കുന്ന വണ്ടി ഫാനാന്ന് കേട്ടോ. നല്ല വണ്ടിയുടെ ഫോട്ടോ എടുക്കുന്നുണ്ട്. നിന്റെ ഊക്ക് പറഞ്ഞിട്ട് അവളെന്നെ നോക്കുന്നുണ്ടാ. ഈ വീഡിയോ ഭയങ്കര ഹിറ്റാക്കുക, അത്ര എനിക്ക് പറയുള്ളൂ. ആലപ്പുഴയിൽ ഒരുപാട് വലിയ ബ്ലോഗേഴ്സ് ഉണ്ടായിട്ടും അങ്ങ് അറ്റത്ത് കിടന്ന എന്നെ ഇൻവൈറ്റ് ചെയ്ത എല്ലാ മച്ചന്മാർക്കും ഒരുപാട് നന്ദി. ഹലോ മച്ചന്മാരെ, അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവനെ അറിയാലോ, നമ്മുടെ മറ്റേ നീതു 100K അടിച്ച വീഡിയോയുടെ തുടക്കക്കാരനാണ്. നീ ഐശ്വര്യമുള്ളവനാണ് കേട്ടോ. അതെ, കുറെ നാൾക്ക് ശേഷം വീഡിയോ ഇങ്ങോട്ട് കൊണ്ടുവരാതിരുന്നപ്പോൾ ആ കുട്ടികളെ കണ്ടിട്ടാണോ ഹോൺ അടിച്ചത്? ഇതൊക്കെ അറിയാതായിരുന്നോ? ആരാണത്? ചേട്ടാ അതെനിക്കറിയത്തില്ല. എന്താ ചേട്ടനറിയാതെ? ഞാൻ തന്നെ വെച്ചതാ. കുട്ടാണ്ടി എന്റെ ചെറുക്കനെ ചീത്താക്കരുത്. എന്നെയാണോ ഉദ്ദേശിച്ചത്? അല്ല, ഈ ചെക്കൻ എന്റെ കുട്ടാണ്ടിനെ ചീത്താക്കും. ഞാൻ അവനെ ചീത്തയാക്കുന്നാണോ പറഞ്ഞത്? ആ തീർച്ചയായിട്ടും. കുട്ടാണ്ടി ഞാനെന്ന് എന്റെ വണ്ടി. ഹലോ ചേട്ടാ, നമ്മള് കേറി വരുന്നതിന്റെ കുട്ടാണ്ടി ചേട്ടാ, ഞങ്ങളിന്ന് ഉടായിപ്പേരത്ത് പാർലറിൽ ഇറങ്ങിയ നേരത്തെ ഇറങ്ങാനായിട്ട്. അപ്പൊ ഞങ്ങള് ഒപ്പം ഹോസ്പിറ്റലിൽ പോണെന്ന് പറഞ്ഞു. അപ്പത്തേക്ക് ഒരു വണ്ടിയിൽ പോകാൻ വേണ്ടിട്ടാ. അപ്പൊ ഞങ്ങൾ ഇങ്ങോട്ട് പോകും. അപ്പൊ മാളിൽ വർക്ക് ചെയ്യുന്ന ഒരു ചേട്ടനെ കൊണ്ട് നിന്റെ വണ്ടിയാ എവിടെ വരുന്നു? പരിപാടിക്ക് വരുന്നോ? ഞാൻ ഹോസ്പിറ്റലിൽ പോകും. ചുമ്മാ ബൈ, ലവ് യു. എന്താ കട്ടാക്കിയായിരുന്നു? എന്താ കുട്ടി പറഞ്ഞ കേട്ടില്ല. എന്റെ കുട്ടാനെ ചീത്താക്കാനാണ് പ്ലാൻ. വരുന്നില്ല പ്രോഗ്രാമിന്? നോക്കട്ടെ. അങ്ങനെ ഇപ്പം നീതു ബേബിയുടെയും എന്റെയും എത്രാമത്തെ പ്രോഗ്രാം? മൂന്നാമത്തെ പ്രോഗ്രാം ആട്ടോ. എറണാകുളത്ത് ഒരു പരിപാടി ഉണ്ടായിരുന്നു. അങ്ങനെ മൂന്നാമത്തെ പരിപാടിയാണ്. അതെ, ഗസ്റ്റ് ആണ്. അത് ആലപ്പുഴയുടെ മണ്ണില്. ആലപ്പുഴയിൽ ഒരുപാട് വലിയ ബ്ലോഗേഴ്സ് ഉണ്ടായിട്ടും അങ്ങ് അറ്റത്ത് കിടന്ന എന്നെ ഇൻവൈറ്റ് ചെയ്ത എല്ലാ മച്ചന്മാർക്കും ഒരുപാട് നന്ദി. പിന്നെ ആലപ്പുഴ നമ്മുടെ സ്വന്തമാണ്. ഞാൻ ആലപ്പുഴക്കാരനാണെങ്കിലും ആലപ്പുഴ അങ്ങ് അറ്റമാണ്. അതായത് പത്തനംതിട്ട ആലപ്പുഴ ഒരു 6 കഴിഞ്ഞാൽ പത്തനംതിട്ടയാണ്. അതായത് മാന്നാറ് അവിടെയാണ്. അപ്പൊ ആലപ്പുഴയിൽ മെയിൻ ഒരു പ്രോഗ്രാം വന്നപ്പോ അത് ഒരു ഓട്ടോഷോയാണ്. അതായത് ഒരുപാട് വണ്ടിപ്രാന്തന്മാർ ആഗ്രഹിച്ച് അല്ലടാ കാണാൻ വേണ്ടി കൊതിച്ചിരുന്ന ഒരു ഓട്ടോഷോയാണ്. വാബ്സ് ഒക്കെ വന്നിട്ടുണ്ടല്ലേ. വാബ്സിനെ ഞാൻ കണ്ടു. വാബ്സിന്റെ വണ്ടി വരുന്നത് കണ്ടു. എന്നിട്ട് പുറകിന് വെച്ച് പിടിച്ച്. അതുപോലെ തന്നെ ഞാൻ എറണാകുളത്തായിരുന്നു രാവിലെ. ഞാൻ ബൈക്കിലായിരുന്നു എറണാകുളത്ത് പോയട്ടോ. അവിടുന്ന് ഞാനൊരു വണ്ടിയൊക്കെ ഒരു റെഡ് വന്നേ. ഞാനൊന്ന് കൈ കാണിച്ചിട്ട് ഒന്ന് താക്കുമോ ചോദിച്ചപ്പോ അവന്റെ അഹങ്കാരം. ഇന്ന് ഞാൻ അവന്റെ മുമ്പിൽ ഗസ്റ്റായിട്ടാണ് ചെല്ലുന്നത്. പക്ഷെ വേറെ ഒരു മച്ചുണ്ട്, ഒരു BMW. അളിയനിങ്ങനെ ഇതൊക്കെ താത്തിട്ട് എന്നോട് ചോദിച്ചു, അച്ഛ ഇന്ന് ആരെയും പ്രപ്പോസ് ചെയ്തിട്ടില്ലേ എന്നൊക്കെ ചോദിച്ചു. നല്ലവരും ഉണ്ട്, അപ്പൊ ചീത്തവരും ഉണ്ട്, ജാട കാണിക്കുന്നവരുണ്ട്. അത്രേ ഉള്ളൂ. ജാട കാണിക്കുന്നവരും പോകാൻ പറയാം. ഇന്ന് എന്റെ സാരഥി എന്റെ ചെക്കനാണ്. അരുണേ ഓക്കെ ആണോ ലുക്ക്? കുഴപ്പമില്ലല്ലോ. പക്ഷെ നീ ഇച്ചിരി കൂടുതലായി പോയിട്ടുണ്ട്. അതാണ് മോനെ. 6 മാസത്തിനുള്ളിൽ ഞാൻ കുറച്ചിട്ടൊരു വരെ വരും. ഞാനത് ചെയ്യും. ഞാൻ വരും, ഒരു വരെ വരും. എന്നെ ഇതിനകത്ത് പച്ചയ്ക്ക് തെറി വിളിക്കുന്ന എന്താ പാച്ച് കണ്ടോ പാല് വേണമെന്ന് പറയുന്ന ചേട്ടന്മാർക്ക് അല്ല അടിച്ച് അണ്ണാക്കി കൊടുക്കാൻ ഞാൻ വരും. ആണ് പക്ക ഡയറ്റ്, പക്ക വർക്കൗട്ട്, 2 ടൈം വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ വർക്കൗട്ടും വീഡിയോസും കാര്യങ്ങളൊക്കെ ഉടനെ വരുന്നതായിരിക്കും കേട്ടോ. ഡയറ്റ് തെറ്റിച്ചേട്ടാ. ഡയറ്റ് തെറ്റിച്ച് എന്തുവാടാ എല്ലാം കൂടി വെള്ളയും വെള്ളം. സുമേഷിന്റെ കടയെന്നല്ലേ നീ മേടിച്ചത്? അല്ല, ഞാൻ തയ്പ്പിച്ചോ ഒറ്റനാ. അടുത്തത് ലവളില്ലേ എങ്ങനെയാ വരുന്നത്? സാരി വെള്ള സാരി കൊടുത്തു വരും. ഹായ്, ചോദിക്കുന്നില്ലേ? ഇവിടെ എല്ലാം വെള്ള യുഗമാണ്.
ചോദിക്കണ എന്തിനൊക്കെ ചോദിക്കണ്ട്. അവന്മാരെ വിളിക്കും ജസ്റ്റ്. എന്റെ മച്ച. അപ്പൊ നമ്മുടെ ആലപ്പിയില് അടിപൊളി പ്രോഗ്രാമായിട്ട് എത്തിയിട്ടുണ്ട്. അത് അടിപൊളി, അതായത് വണ്ടി പ്രാന്തന്മാർക്ക് വേണ്ടി അടിപൊളി പ്രോഗ്രാംസ്. ഫാമിലി എല്ലാവർക്കും വന്ന് കാണാൻ പറ്റുന്ന രീതിയിലാണ് അവരെല്ലാം ഒരുക്കിയിരിക്കുന്നത്. അവരോട് ഫുള്ള് പവറായിരുന്നു. ഇപ്പൊ നിങ്ങൾ ഇപ്പം ഇനി കൂടുതൽ പവറായിട്ട് അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബാബ്സ് വന്നിട്ടുണ്ട്. ആളെ എതിരായിട്ട് കണ്ടു കിട്ടിയിട്ടില്ല. കണ്ടു കിട്ടിയിട്ട് വേണം. ഇവിടെ കുറച്ച് ഒരു 6:30 ഒക്കെ ആകുമ്പോൾ നമ്മൾ ഗീവ് അവേ വിന്നേഴ്സിനെ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. ഗീവ് അവേ വിന്നേഴ്സും കാര്യങ്ങളും ഉണ്ട്. അത് മറന്നുപോയി. അപ്പം ഈ വീഡിയോ ഭയങ്കര ഹിറ്റ് ആക്കുക, അത്ര എനിക്ക് പറയുള്ളൂ. ഒരു അടിപൊളി ഗീവ് അവേ ആണ് നിങ്ങൾക്ക് ഞങ്ങൾ സ്പോൺസർ ചെയ്തേക്കുന്നത്. മച്ചാനും പെണ്ണുങ്ങളെ ബാക്കികളൊക്കെ അറിയാന്ന് ഇപ്പൊ ഇന്ന് കാണിച്ചിട്ട് മച്ചാനും എടാ, നീ ഇവിടെ ഡ്രിഫ്റ്റ് അടിച്ചെന്ന് പറഞ്ഞ് പോലീസുകാർ വന്നു അലമ്പാക്കി. നീത്ത വീലി അടിച്ചാ വീലി അടിച്ച് പൊക്കിയോ? അവിടെ ഒന്ന് കോമ്പസ് അടിച്ചോ? നീ ടയറ് കറക്കിയോ? നീ ചവിട്ടിയോ? സൈക്കിള് ചവിട്ടിയോ? അതാ പ്രശ്നം. പോലീസുകാർ വന്നു. എല്ലാവരും ബാക്കി ഞാൻ കൂടെ അപ്പം ഞങ്ങളുടെ പരിപാടി കാണാൻ, അല്ല നമ്മുടെ പരിപാടി കാണാൻ വന്ന എല്ലാ മച്ചന്മാരും ഒരുപാട് നന്ദിയുണ്ട്. ഗീവമേ എന്താന്ന് വെച്ചാൽ പറഞ്ഞു കൊടുക്കും പോലെ നമ്മുടെ സൂപ്പർ കാഴ്സില് ഒരു റൈഡ്. അപ്പം നമുക്ക് വേറെ 2-3 കാറുകൾ നമുക്ക് ഓഫർ ചെയ്തിട്ടുണ്ട്. എക്സ്ട്രാ 3 പേർക്ക് കൂടി നമ്മൾ ഇതുപോലെ തന്നെ ഗിഫ്റ്റ് ഗീവ് കൊടുക്കുന്നുണ്ട്. അതായത് അവിടെ ഡ്രിഫ്റ്റ് ചെയ്യാനായിട്ട് കാറ് കയറ്റി അവർ നിങ്ങളെ കൊണ്ട് ഡ്രിഫ്റ്റ് ചെയ്യുന്നതായിരിക്കും ഈ ഗ്രൗണ്ടില്. ഓക്കെ ഓക്കെ, ഞാൻ അക്കൗണ്ട് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ആയിട്ട് കൊടുത്തു. ആണോ? ഉണ്ടോ? അപ്പൊ ഫസ്റ്റ് വിന്നറാണ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനിയിപ്പോ ഒരു നെക്സ്റ്റ് വിന്നറാണ് സെറ്റ് ചെയ്യാൻ പോകണം. അവളെന്നെ നോക്കുന്നുണ്ടാ. ഓക്കെ ഓക്കെ, നിന്റെ ഊക്ക് പറഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാം നെയിം അമീർ 03 അമീർ അൻസാരി. അമീറുണ്ടോ? അമീർ ഇല്ല, അമീർ അൻസാരി ഇവിടെ ഉള്ളവർക്ക് കൊടുക്കണോ? റോഡൊക്കെ ഉണ്ടോ?
എത്ര പേർക്കാ ഇനി ഒരാൾ കൂടി അല്ല ഇനിയിപ്പോ നമുക്ക് 2 പേരല്ലേ ഉള്ളൂ. 4 പേരൊക്കെ 4 പേര് അല്ല 3 പേരാ രണ്ടാൾക്കാർ മൊത്തം 4 പേര് 4 ആളുകളെ സ്കോർ ചെയ്തോ മറ്റേ സ്കോർ ചെയ്തോ. നെറ്റ്വർക്ക് പ്രോബ്ലം വിളിക്കാം അല്ലെങ്കിൽ അടുത്ത് നോക്കട്ടെ. ശ്രുതി കെ ജെ എന്താ ശ്രുതി കെ ജെ ഇല്ല ഒരു മാങ്ങ ഉറക്കുന്ന DP ഓക്കെ അപ്പൊ നമുക്ക് അടുത്ത വിളിക്കാട്ടോ. അത് എത്ര പേരായി? 4 പേര്. ബ്രോയുടെ ആക്ഷൻ കാണിക്കും നിങ്ങൾ പറയണം. ഒരു കാര്യം വേണ്ട നമ്മൾ സപ്പോർട്ട് ചെയ്യാം. മച്ചാൻ കൊടുക്കണം. അപ്പൊ നിങ്ങളായിരിക്കും നിങ്ങൾ പറയാം നിങ്ങളുടെ ആദ്യം കൈവെക്കുന്നവർക്ക് അവസരം തരും. ഞാൻ മൈക്കോട്ട് അങ്ങോട്ട് വരാം. നിങ്ങൾ ഇങ്ങോട്ടാണ് ഞാൻ മൈക്കോട്ട് അങ്ങോട്ട് വരാം. സിമ്പിൾ തരാം. ഓക്കെ കളവീട് കൊടുത്താലോ? അതല്ല അതെല്ലാവർക്കും അറിയാം. കളിവീട് കളിവീരനെങ്ങനെ കളിവീടിനല്ല കളിവീട് അത് നീ നോക്ക് ബ്രോ. വേറെ ചെറുതുമല്ല കളിവീട് ഇവരല്ലേ ചേർന്നത്. കളിവീട് എങ്ങനെയാക്കാൻ നരസിംഹ ഏതാ കപ്പിയാർക്ക് ഞാൻ എന്ത് കാണിക്കാനാ? വലിയടിച്ചാ മതി. വേറെ ചെറുത് ഇവനെ കൊണ്ട് ഇത് പറ്റുമോ തോന്നില്ല. കപ്പിയാരെങ്ങനെയാ? കപ്പിയേരല്ലോ പണി അടിച്ചിട്ട് കുരിശു മണി കൂട്ടമണി അടിച്ചാൽ മതി. ഓക്കെ സെറ്റ് ഓക്കെ അല്ലേ? കപ്പിയാര് പള്ളിയുടെ ഇത് വെച്ചാൽ മതി. ഇങ്ങനെ കാണിച്ചാൽ മതി കപ്പിയാറിന്റെ. എന്നിട്ട് അല്ല അടിന്ന് പറയുമ്പോ ഇത് കപ്പിയാര ഇതാ കപ്പിയാര ഇങ്ങനെയാ. അപ്പൊ നമ്മള് നിങ്ങൾ പറഞ്ഞത് ബ്രോ കാണിക്കും. നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ കമന്റ് ഇട്ട ആൾക്കാരൊക്കെ ഉണ്ടല്ലോ ഇവിടെ. ഓക്കെ അടുത്ത വരുന്നത് ജസ്റ്റ് കൈ പൊക്കിയാൽ മതി. എന്നിട്ട് മൈക്ക് അവിടെ അവസരമുണ്ട്. തെറ്റാണെങ്കിൽ കൈ പൊക്കാൻ ഞാൻ അങ്ങോട്ട് വരാം. തെറ്റാണെങ്കിൽ തെറ്റാണ്. അടുത്ത അവസരം തരാം. ഓക്കെ ഓക്കെ അല്ലേ? സ്റ്റാർട്ട് ചെയ്യാം. ബ്രോ സ്റ്റാർട്ട് നൗ. ഓക്കെ ചെയ്യാൻ പറ്റുമോ? ഓക്കെ ചേർന്ന് നിൽക്കേ. ഒന്നുകൂടി കാണിച്ചാലോ? വീട് കാണിക്കാം. ഓക്കെ ഒന്നുകൂടി കളി മച്ചാന്റെ വയറ്റിൽ ഒറ്റ വയനാ. നീ അവൻ മനസ്സിലായിട്ട് നീ മാനത്തുണ്ടല്ലേ? ഓക്കെ വൈബ് സെറ്റ്. നീ അവിടെ ആവാ. നീ ഇത് നിനക്കെന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല ഇല്ല അല്ല. അപ്പൊ ഈ വെച്ചാൽ ലാസ്റ്റ് സെലക്ട് ചെയ്തിരിക്കുന്നതാണ്. അപ്പൊ ബ്രോയ്ക്ക് കൊടുക്കും. ഓക്കെ പേരെന്തായിരുന്നു? കൃഷ്ണമോഹൻ. എങ്ങനെ മനസ്സിലായി? ഇങ്ങനെ അപ്പൊ നമുക്ക് ബാക്കി പ്രോഗ്രാമിലേക്ക് വരാം. ഓക്കെ അപ്പൊ ഇവിടെ ബ്രോ നിങ്ങൾക്കുള്ള ഗിഫ്റ്റ് നമ്മുടെ ഇത് പ്രോഗ്രാം കഴിഞ്ഞിട്ട് എങ്ങനെ ആയിരിക്കും നമുക്കത് പ്രോഗ്രാം ചെയ്യുന്നത്. പിന്നെ നിങ്ങൾക്ക് എത്ര പേർക്കും ഇപ്പൊ ഗിഫ്റ്റ് ഇവിടെ വിനേഷ് ആയിട്ടുള്ള എല്ലാവർക്കും ഫ്രീ എൻട്രി ഉണ്ട്. ഒരാൾക്ക് ഇത് ബ്രോയ്ക്ക് ചേരുവോ? ചേരും. ടീഷർട്ട് ആർക്കെങ്കിലും വരപ്പെടും. കുഴപ്പമില്ല. ഇതിനു വേണ്ടി ഞാൻ ഡേറ്റ് എടുക്കുന്നു.
അപ്പൊ നമുക്ക് ഇവിടെ മ്യൂസിക് ചെയ്യാനായിട്ട് എത്തിയിരിക്കുന്ന അപ്പം ഇന്ന് 9 PM വരെ നമുക്ക് ഇവിടെ ഓപ്പൺ സ്റ്റേജ് ഉണ്ടാവും. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സ്കിൽസ് ഒക്കെ ഇവിടെ കാണിക്കാം. സ്പോർട്ട് ഡാൻസോ നന്നായിട്ട് പാട്ട് പാടുന്നവർക്ക് ഉണ്ടെങ്കിൽ പാട്ട് പാടുന്നവരുണ്ടോ? മിമിക്രി ചെയ്യുന്ന ആരുണ്ട്? ആ അല്ല ഇപ്പൊ ധൈര്യത്തോടെ വന്ന് ഇവിടെ നിന്നൊരു പാട്ട് അവരോട് സപ്പോർട്ട് ചെയ്തത് നമ്മളെ കൂടുതൽ ആരെങ്കിലും ഉണ്ടോ പാട്ട് പാടാൻ താല്പര്യം ഇവിടെ? അല്ലെങ്കിൽ നമ്മൾ ഇപ്പം മടിച്ചു നിന്ന ഒരിക്കലും രക്ഷപ്പെടൂല. അതാണ് മറ്റേ എക്സാമ്പിൾ. കാര്യമായിട്ട് ഞാൻ ചോദിച്ചാ ആരെങ്കിലും വന്ന് പാടാൻ താല്പര്യമുണ്ടോ? ആരുടെ പാട്ട് പാടാൻ? ആർക്കും ധൈര്യമില്ല പാട്ട് പാടാൻ? ഓക്കെ, നിങ്ങൾക്ക് പറ്റുന്ന എന്തെങ്കിലും നിങ്ങളുടെ സ്കിൽ എന്താന്ന് വെച്ചാൽ വന്ന് ചെയ്യാൻ പറ്റുമോ ആർക്കെങ്കിലും? ഏഴ് വർഷം അല്ലേ? 4 വർഷമായിട്ട് ഇവരുണ്ട് കേട്ടോ. 2 പേർക്ക് നല്ലൊരു കയ്യടി കൊടുക്കണേ. പവർ ഇല്ല ബ്രോ. പുള്ളി കൊടുക്കുന്ന വണ്ടി ഫാനാന്ന് കേട്ടോ. നല്ല വണ്ടിയുടെ ഫോട്ടോ എടുക്കുന്നുണ്ട്. കട്ട ഫാൻ. അവിടെ വിളിച്ചോ. അപ്പൊ അവര് കഴിഞ്ഞോ? എവിടെ കഴിഞ്ഞോ? തുടങ്ങിയില്ലേ? പിള്ളേർക്ക് പേടിയാണ്. അതുപോലെ തന്നെ നമ്മുടെ എൻവെന്റിന്റെ ഓണർ നമ്മുടെ ഫോക്കസ് ഗാരേജ് രണ്ടുപേരും ഒന്ന് വേദിയിലേക്ക് വരണേ. അപ്പൊ നമ്മൾ എവിടെയാണ് കിയോവേ നമുക്ക് സ്പോൺസർ ചെയ്ത് ഇവർ രണ്ടുപേരാണ്. അപ്പൊ നമ്മുടെ എൻവെന്റ് ഓണർ ഇബ്രോ നജുമല്. അപ്പൊ നമുക്കിപ്പം കുറച്ച് സമയപരിധികൾ ഉള്ളത് കൊണ്ടിട്ട് നമുക്ക് ഒരാൾക്ക് നമ്മൾ ഇതിനകത്ത് നിന്ന് സെലക്ട് ചെയ്യുന്ന 6 പേരിൽ ഒരാൾക്ക് നമ്മളിപ്പോ ഇവര് ഫസ്റ്റ് ചെറിയൊരു നേട് കൊടുക്കും. പിന്നെ ഇതാണ് നമ്മുടെ ഫോക്കസ് ഗാരേജിന്റെ ഓണർ അമൽ. അപ്പം സ്വാഗതം ചെയ്യുകയാണ്. അടുത്തതായി ഫോക്കസ് ഗാരേജ്. ഇനി ഹൈലാൻഡേഴ്സിന്റെ ആരെങ്കിലും ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സ്റ്റേജിലോട്ട് വരണം. സ്റ്റേജിലോട്ട് വന്നാൽ നന്നായിരുന്നു. ഇനി നമ്മുടെ ഈ 2 ദിവസം നമ്മുടെ ഇവിടെ കൾച്ചറൽ ഇവന്റ്സിന്
ഇത്രയും ആക്റ്റീവായിട്ട് നിർത്തിയ അഖിൽ ശ്രീകുമാറിനെ സ്റ്റേജിലോട്ട് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി അസ്ന അനീഷ്. ഇനി നമ്മുടെ DJ മച്ചാനെ നമ്മൾ സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നീതു തോമസ്. നമ്മുടെ ഹൈലാൻഡേഴ്സിന്റെ ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട്. സോ അവരെ നമ്മൾ സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇതിന്റെ മാത്രം വന്ന് എടുത്തോണ്ട് ഫോട്ടോ ഒക്കെ എടുത്തു ഈ ഫ്രണ്ടിൽ കിടക്കും. നമ്മൾ ഗിവ് അവേ വിന്നേഴ്സ് എല്ലാവരും ഒന്ന് പേരിലേക്കോ? ഗിവ് അവേ വിന്നേഴ്സ് 6 പേര്. ഓക്കെ, നമുക്കിപ്പം അടുത്ത മൊമെന്റ് ആയിട്ടാണ് നമ്മുടെ ഹൈലാൻഡിലുള്ള റോഹൻ ബ്രോ. ഓ പറയാം. അപ്പൊ ഗിവ് അവേ വിന്നേഴ്സ് ഒന്ന് വരാമോ? നമുക്ക് ഫസ്റ്റ് നമുക്ക് N1ന്റെ അതെ ജസ്റ്റ് നമുക്ക് ഇതിനകത്ത് സെലക്ട് നമുക്ക് വിടാണ്ട്. അതുകൊണ്ടാണ് ഗിവ് അവേ വിന്നേഴ്സ് ഒന്ന് വരാമോ? എല്ലാരും ഇവിടെ ഇപ്പൊ കൈ വെക്കാമോ? ഗിവ് അവേ വിന്നേഴ്സ് 6 പേര്. ബ്രോ വേറെ ആരൊക്കെയാ? അപ്പൊ നമ്മുടെ അടുത്ത റൈഡ് N1ന്റെ കൂടെ നമുക്ക് ഒരാളെ നമുക്ക് കൊടുക്കണം. അല്ല, നമ്മള് റൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേർ ഇവിടെ റൗണ്ട് അടിക്കാൻ തന്നെ കഴിഞ്ഞാൽ അവർ വണ്ടി പിടിച്ചോണ്ട് പോയി എങ്ങോട്ടാണ് പോകും. പക്ഷെ എവിടെ പോയി ഇവരെ എവിടെ ഇറക്കി അവിടെ വരെ അന്ന് വേഗം ആരും ഒരാൾ വേഗം കയറിക്കും. ഒരാള് 6 പേര് ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ആരാന്ന് വെച്ചാൽ ഒരാൾ കയറിക്കോ. ഒരാൾ നമ്മള് വിന്നർക്ക് ആദ്യത്തെ വിന്നർ നമ്മളെ കേട്ടോ. ബ്രോ നിന്റെ ലൈറ്റ് ഹൗസിന്റെ അവിടെ എങ്ങനെയല്ലോ ലൈറ്റ് ഹൗസിന്റെ ബ്രോ അടുത്ത കേട്ടോ. വെയിറ്റ് ചെയ്യണം. പെൻസ് മാറ്റി ചെയ്തൊക്കെ വാങ്ങി. ഇതിപ്പോ
നമ്മുടെ ഇവിടെ പാട്ട് പാടിയ അവരുടെ നോക്കി പാട്ട് പാടിയ സൈജു കുമാർ ദുർഗാശിവൻ ഒന്ന് വേദിയിലേക്ക് വരാം. പ്രൈസ് കൊടുക്കുന്നതിന് വേണ്ടി ഗിരിജ മിസ്സിനെ സ്വാഗതം ചെയ്യുന്നു.